ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വ്ളോഗ് നമ്പർ 2. ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണമെന്ന്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഇന്ന് ലീവായിരുന്നു. ഇന്ന് എൻ്റെ പാരൻസിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തു. അവർക്ക് വയ്യ, കുറച്ച് സുഖമില്ലായ്കയുണ്ട്. അപ്പം എല്ലാവരും സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പം ഞാൻ ഇന്ന് വരാം, ബർത്ത്ഡേയും കൂടി ആണല്ലോ. അപ്പം എല്ലാ കൊല്ലവും ഞാൻ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. എല്ലാ കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മ വെച്ചിട്ട് ഉള്ളൊരു ഓൾമോസ്റ്റ് എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഓർമ്മയല്ല, നമ്മൾ കുറച്ചും കൂടി പക്വത എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് ഇവർക്ക് ഞാൻ ഒരു ഇയേഴ്സ് ആഗോ, ഞാൻ +2 പഠിക്കുമ്പോഴാണ് തോന്നുന്നു, ഇവർക്ക് ഞാൻ ഒരു ബർത്ത്ഡേ കേക്ക് സർപ്രൈസായിട്ട് മേടിച്ചിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് +2 പഠിക്കുമ്പോൾ. ഞാൻ അതിവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് അവർ നമുക്ക് ഓരോന്നൊക്കെ ചെയ്ത് തരുമ്പോഴും നമുക്കങ്ങനെ എന്താ പറയുക, നമ്മളെപ്പോഴും നന്നായി കാണണമെന്നാണ് നമ്മളെ പാരൻസ് ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് വരണ വരെ അവരെപ്പോഴും സ്ട്രഗിൾസ് തന്നെയായിരിക്കും. അപ്പം ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ കുഞ്ഞ് കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കേക്കൊന്നും മേടിച്ചില്ല, അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ചെറിയൊരു കേക്ക്, തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയേക്കണം. അപ്പോൾ അതൊക്കെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. സോ എൻ്റെ ഫസ്റ്റ് വീഡിയോയെ പറ്റി ഞാനൊന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഒരുപാട് റെസ്പോൺസ് എനിക്കതിന് കിട്ടിയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊന്നും അറിയാണ്ട് തുടങ്ങിയൊരു കുഞ്ഞു യൂട്യൂബ് ചാനൽ. സത്യം പറഞ്ഞാൽ നമുക്ക് ബോറടിക്കാന്ന് പറയില്ലേ, നമ്മുടെ ഡെയിലി ലിവിങ്ങിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സെയിം. രാവിലെ എഴുന്നേൽക്കുന്നു, അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്നു, വരുന്നു, പിന്നെയും നെക്സ്റ്റ് ഡേ ഇത് തന്നെ റിപ്പീറ്റ്. അപ്പം നമുക്കൊന്നും ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു മൊമെൻറ്റിൽ തന്നെയാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നായിരുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി, എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ. അപ്പോൾ ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ അഭിപ്രായങ്ങൾ കേട്ടു. കുറേ എന്ന് പറഞ്ഞാൽ വലിയ കുറേയൊന്നുമല്ല, വളരെ കുറച്ച്. എന്നാലും ഒരുപാട് പേര് പ്രമോട്ട് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം അതിനൊക്കെ ഒരുപാട് താങ്ക് യു, എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇനിയും ചെയ്യാനൊരു കോൺഫിഡൻസ് ഉണ്ടാകും. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വീഡിയോസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് ഇല്ലാണ്ട് വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാതെ ഇരിക്കായിരുന്നു. അപ്പം ഇന്ന് വീട്ടിൽ വന്നപ്പം എന്തായാലും നമുക്ക് ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചു. വ്ളോഗായിട്ട് ഞാനൊന്നും കാണിക്കണില്ല ഇപ്പം. കുറച്ച് പണികൾ നടക്കുന്നുണ്ട് വീട്ടിൽ. പിന്നെ എല്ലാവരും അത്ര സുഖമില്ലാതിരിക്കില്ല, പനിയായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോഴും എനിക്ക് ആ ഒരു ട്രാക്കിലോട്ട് കയറിയിട്ടില്ല, എങ്ങനെ വ്ളോഗ് എടുക്കണം, ഇത് ചെയ്യണമെന്ന്. വേറൊരു ലോകമാണ് ഈ മീഡിയ എന്നുള്ളത്, എനിക്കറിയാം. അപ്പോൾ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഡെയിലി എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ ഒരു നമ്മളിരുന്ന് മാറിയിരുന്ന് പറയും, ഓ എന്തായി കാണിക്കുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ, നല്ലൊരു ഗട്ട്സ് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മാറിയിരുന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ മുന്നിലേക്ക് ഇറങ്ങി കളിക്കുമ്പോഴാണ് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോമാണ്. ഇൻസ്റ്റഗ്രാം കഴിഞ്ഞാൽ ഞാൻ അധികവും യൂസ് ചെയ്യുന്നത് ഈ യൂട്യൂബാണ്. അപ്പം അതിൽ എനിക്കൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു. അതിൽ തന്നെ ഞാൻ ഭയങ്കര അഭിമാനപൂർവ്വം കാണുന്നു എന്നെ. അതായത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പം എനിക്കത് പറ്റിയെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് പുറത്തോട്ട് വരണം, അപ്പോഴാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കും. ഞാൻ നിന്ന പോലെ തന്നെ എല്ലാവരും നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അപ്പോൾ അത് ഞാൻ
യൂട്യൂബിലിട്ട് കൊടുത്തതാണ്. അപ്പം അപ്പച്ചനമ്മ അതിരുന്ന് കാണുമായിരുന്നു. ഇതാണ് എൻ്റെ വീട്. ഞാൻ കാണിക്കുന്നില്ല, പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഉണ്ടോ നോക്കട്ടെ. ചായ അമ്മേ കട്ടനാണോ? പാലില്ല. പാല് എനിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. എന്താ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ മറന്നുപോയി. അത് കാരണം കട്ടൻ ചായ. കുഞ്ഞ ആരാ? പാപ്പേനാ 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 എൻ്റെ പാപ്പേനാ. കൊടുത്തോ. കൊതിയെ അവന് പഴം കൊടുക്കാറുണ്ട്. അവനൊരു റുട്ടീനുണ്ട്. അപ്പച്ചൻ ജോലിക്ക് പോണേറ്റ് മുന്നേ അവന് ഭക്ഷണം കൊടുത്ത് പിന്നെ അത് ഞാനൊരു ഉറങ്ങി വരണ സമയം ആകുമ്പോൾ അവിടെ നോക്കി വയ്ക്കും. എന്നിട്ട് വന്നാൽ സ്നാക്സ് കഴിക്കും. അതൊക്കെയാണ്. പിന്നെ ഈവനിങ് ചോറ്. അത് വലിയൊരു റുട്ടീൻ. അവന് കൊടുക്കാണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ബഹളമാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പച്ചൻ ജോലിക്കൊന്നും പോയിട്ടില്ല, പനിയായതുകൊണ്ട്. അപ്പോൾ അവൻ്റെ റുട്ടീനൊക്കെ മാറി. ഇപ്പം അവർക്കും സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം പഴം കൊടുത്തുകൊണ്ടിരിക്കുക. പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഴം കഴിച്ചുകൊണ്ടിരിക്കുക. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ സെറ്റപ്പ് ചെയ്തതാണ് ഗൈസ്. മേശയിൽ നിന്ന് നീക്കിയിട്ടപ്പോൾ സാധനം വീണ് പൊട്ടിപ്പോയി. ഇന്ന് അമ്മ എന്നെ കൊല്ലും ഗൈസ്. കട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിക്കാൻ വേറൊന്നുമില്ല. പനിയാകുമ്പോൾ എല്ലാവരുടെയും ദേശീയ ഭക്ഷണം ബ്രെഡും കഞ്ഞിയൊക്കെയാണല്ലോ. ഇവിടെയും ബ്രെഡുണ്ട്. ചേട്ടൻ വേണമെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ, തട്ടിക്കൂട്ടി കേക്ക്. അപ്പോൾ അതിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പം ഉണ്ടാക്കിയാലാണ് ഇനി രാത്രിയാകുമ്പോഴത്തേനൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇനി അപ്പം ഞാൻ പറഞ്ഞ തട്ടിക്കൂട്ടി കേക്കിന് വേണ്ട ഐറ്റംസ്. കേക്ക് അത്ര അങ്ങനെ ശരിയായില്ല, പക്ഷെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാരണം കുഴപ്പമില്ല. എന്താണാവോ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി. പക്ഷേ കേക്ക് അത്ര അങ്ങോട്ട് സൂപ്പറായില്ല. ടേസ്റ്റ് വൈസ് അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ ആ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു വലിപ്പത്തിൽ എനിക്കത് കിട്ടിയില്ല. അപ്പം ഞാൻ തട്ടിക്കൂട്ടി, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ തട്ടിക്കൂട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ തട്ടിക്കൂട്ടി അത് ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മുറിക്കാം. അപ്പോൾ എൻ്റെ ചേട്ടൻ ഒരു കേക്ക് ഇപ്പം ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. ആ കേക്ക് കൊള്ളാമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു. അപ്പം അതും ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യണം. അപ്പം അത്രയ്ക്കുള്ളൂ. Happy birthday to you. Happy birthday to dear daddy mummy. Happy birthday to you. അമ്മ കുഞ്ഞിനെ കൊടുക്കാമ. ഞാൻ ഉണ്ടാക്കിയ കേക്ക് കൊളായി ഗൈസ്. അപ്പം ഇനി വേറൊന്നും ഇല്ല, കഴിഞ്ഞു. കേക്കൊക്കെ കട്ട് ചെയ്തു. ആസ് യൂഷ്വൽ എൻ്റെ കേക്ക് കൊള്ളായിരുന്നു. ചേട്ടന് മേടിച്ച കേക്കുള്ള കാരണം കുഴപ്പമില്ല, നന്നായിട്ടിരുന്നു. അപ്പോൾ വേറൊന്നും ഇല്ല. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബായ്.